ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചുറ്റും നോക്കിയാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാവും. എല്ലാവരും എന്തിനു വേണ്ടിയോ ഉള്ള ഓട്ടത്തിലാണ്. ആർക്കും ഒരു നിമിഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് എന്തിനു വേണ്ടിയാണ് ഈ ഓട്ടമെന്ന് ആലോചിക്കാനുള്ള ഒരു സമയം പോലുമില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്? എല്ലാവരുടെ ഉള്ളിലും ഒരു നഷ്ടബോധം അല്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ്നെസ്, അതായത് ഒരു കഞ്ഞിയിൽ ഉപ്പില്ലാതെ ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇല്ലാതാക്കാനുള്ള ഓട്ടമാണിത്. അത് ശരിക്കും ഒരു ആത്മാവിൻ്റെ ഒരു നഷ്ടബോധമാണ്. അതായത് നമുക്കൊക്കെ എന്തിൻ്റെ ഒരു നല്ല ഓർമ്മയുണ്ട്. ആ ഓർമ്മ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അതിനു വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്. സന്ധ്യാസമയത്ത് നോക്കിയാൽ പ്രകൃതി ആകെ നിശ്ചലമായിരിക്കും. ആ നിശ്ചലമായ അവസ്ഥ ആണ് പ്രകൃതിയുടെ നേച്ചുറൽ ആയിട്ടുള്ള സ്ഥിതി. പിന്നെ ഇടയ്ക്ക് പ്രകൃതിയിൽ കാറ്റും കോളുമുണ്ടാവും, മഴയുണ്ടാവും, ഇടിയുണ്ടാവും. ഈ അവസ്ഥകളൊക്കെ പ്രകൃതിയിലുണ്ടാവുന്ന ചലനത്തിൻ്റെ ദൃഷ്ടാന്തമാണ്. പ്രകൃതിയിൽ ചലനം വളരെ കുറവുള്ള ഒരു സമയമാണ് സന്ധ്യാസമയം. അപ്പോൾ പ്രകൃതിയും നമ്മളും ഒരുപോലെയാണെന്ന് വിചാരിച്ചാൽ പ്രകൃതി ഏതവസ്ഥയിൽ ഇരിക്കുകയാണ് എന്നാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക? നേച്ചുറലായിട്ട് നമുക്ക് തോന്നാം, കാറ്റും കോളുമൊന്നുമില്ലാതെ ആ സന്ധ്യാസമയത്ത് ഇരിക്കാനാണ് പ്രകൃതിക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാവുക. നമ്മളും അതുപോലെയാണ്. നമ്മളെ തന്നെ നോക്കിയാൽ ചിന്തകളുടെ ഒരു പ്രവാഹമാണ്. ആ ചിന്തകളുടെ പ്രവാഹത്തിൽ നമ്മളുടെ നേച്ചുറൽ ആയിട്ടുള്ള, അതായത് സ്ഥായി ആയിട്ടുള്ള ആ അവസ്ഥ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ആൾക്കാർ ഈ മെഡിറ്റേഷൻ, ധ്യാനം ഇവ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ ഒരവസ്ഥയാണ്. അതായത് വളരെ സിമ്പിളായി പറഞ്ഞാൽ ചിന്തകളൊന്നുമില്ലാതെ, അതായത് ഒരു എഫേർട്ടും ഒരു ശക്തിയും മാനസികമായോ ശാരീരികമായോ പ്രതികരിക്കാതെ വളരെ ക്വയറ്റായിട്ട്, അതായത് ചിന്തകളില്ലാതല്ല ആ ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ ആണ് നമ്മുടെ നാച്ചുറലായിട്ടുള്ള അവസ്ഥ. അത് ബ്ലിസ്സാവാം, ആനന്ദമാവാം, സന്തോഷമാവാം, വെറുതെ ഒരു ഓർഡിനറി ആയിട്ടുള്ള ഒരു സ്ഥിതിയുമാവാം. അത് ഓരോ ആത്മാവിനും ഓരോ വിധത്തിലാണ് അനുഭവപ്പെടുക. ആ ഒരു സത്യത്തിലേക്ക് വേണ്ടിയുള്ള ഓട്ടമാണ് എല്ലാവരും ഓടുന്നത്. പക്ഷേ അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു അവസ്ഥയാണ്. അതിനു വേണ്ടി നമ്മൾ പുറത്തേക്ക് ഓടുമ്പോഴാണ് നമ്മൾ പല തെറ്റുകളും ചെയ്യുന്നത്. നമ്മുടെ ചിന്തകളുടെ അടിസ്ഥാനം നമ്മുടെ മനസ്സിലുള്ള ഡിവിഷൻ ആണ്. അതായത് നമ്മൾ, ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഭൂമിയെ നമ്മൾ ഇന്ത്യ,
പാകിസ്ഥാൻ, അമേരിക്ക, ആഫ്രിക്ക എന്നിങ്ങനെ പല രാജ്യങ്ങളായി തരംതിരിച്ചു. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ പല രാജ്യങ്ങളുണ്ട്. ഈ പല രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷനാണ്, അതൊരു ഡാറ്റയാണ്. ആ ഡാറ്റ ഉപയോഗിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ഡാറ്റ ഇല്ലെങ്കിൽ ചിന്തയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പല ബൗണ്ടറിയും നമ്മുടെ മനസ്സിലുണ്ടാക്കി വച്ചിട്ടുണ്ട്. എൻ്റെ വീട്, എൻ്റെ നാട്, എൻ്റെ രാജ്യം, എൻ്റെ മതം, എൻ്റെ കാറ്, ഞാൻ ഈ ശരീരമാണെന്നുള്ള ബോധം, എൻ്റെ മക്കൾ, ഇതൊക്കെ നമ്മളുണ്ടാക്കിയിരിക്കുന്ന ബൗണ്ടറികളാണ്. ഈ ബൗണ്ടറി കാത്തുരക്ഷിക്കാനാണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. ഈ യുദ്ധങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നടക്കുന്നുണ്ട്. ഈ യുദ്ധങ്ങളുള്ള കാലത്തോളം നമ്മൾ ഒരിക്കലും നമ്മളുടെ സ്ഥായിയായ ആനന്ദാവസ്ഥ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റുകയില്ല. ഇവിടെയാണ് സ്നേഹത്തിൻ്റെ മഹത്വം വരുന്നത്. സ്നേഹം നമ്മുടെ ഉള്ളിലുള്ള ഈ ബൗണ്ടറി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഒരു നിമിഷത്തിൽ നമ്മുടെ മനസ്സിൽ ഒരു ബൗണ്ടറിയും ഇല്ലെങ്കിൽ ഒരു ചിന്തയും നമുക്കുണ്ടാവുകയില്ല. ഇതാണ് ദൈവത്തിൻ്റെ ശരിയായ സ്നേഹം. നമ്മൾ പ്രകൃതി ഈ കാണുന്നത് പോലെ നിലനിൽക്കുന്നത് ആ സ്നേഹത്തിൻ്റെ പുറത്താണ്. ദൈവം ആ പ്രകൃതിയിൽ നിന്നും ഒന്നും തിരിച്ചൊരു സ്നേഹം അങ്ങോട്ടേക്ക് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ഇത്ര മാത്രം. ബായ്.